രണ്ട് വിധത്തിൽ മനുഷ്യൻ കരയുന്നവരാ. ഒന്നാമത്തെ കരച്ചിൽ, കരയുമ്പോൾ കണ്ണുനീര് വരും. കണ്ണുനീര് വരുന്നത് കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ കരഞ്ഞത്? ഒരു കാരണം പറയും. എന്നാൽ പുറത്ത് കണ്ണുനീര് വരാത്ത ഒരു കരച്ചിലുണ്ട്. ആ കരച്ചിലിന്റെ പേരാ നെടുവീർപ്പ്. നെടുവീർപ്പ് ഇല്ലേ? നെടുവീർപ്പ് വിട്ടവരൊക്കെയല്ലേ ഇവിടെ ഇരിക്കുന്നത്? നെടുവീർപ്പ് എന്തെന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ലേ? പലപ്പോഴും പലതും ചിന്തിച്ച് ദീർഘശ്വാസം വിടുമ്പോൾ അകത്തുനിന്നൊരു മുരൾച്ച വരും. കേട്ടു നിൽക്കുന്നവർ ചോദിക്കും, എന്താ ദീർഘശ്വാസം വിട്ടത്? ആ ദീർഘശ്വാസത്തിന്റെ പേരാ നെടുവീർപ്പ്. അതിന് പുറത്ത് കരച്ചിൽ, കണ്ണുനീർ വന്നില്ലെന്ന് വരും, പക്ഷെ അകത്തെ കരച്ചിലിന്റെ പേരാ നെടുവീർപ്പ്. അതിനകത്തുള്ള ഉത്തരം, ചോദ്യം ചോദിച്ചാൽ ഉത്തരം പുറത്ത് പറയത്തില്ല. പുറത്ത് പറയാൻ മടിയാ. ഒരാളോട് പറഞ്ഞാൽ 10 പേരോട് അറിയും. അതങ്ങനെ അറിയാൻ പാടില്ലാത്തൊരു വിഷയമാ. സ്വന്തം വീട്ടിൽ പോലും പലതിനും മറുപടിയില്ലാതെ നെടുവീർപ്പിട്ട് വലഞ്ഞിരിക്കുന്നവർ ഇന്ന് സമൂഹത്തിൽ പെരുകിക്കൊണ്ടിരിക്കുക. സ്വന്തം വീട്ടിൽ പോലും തുറന്നു പറയാൻ കഴിയാത്ത ചില വേദനകൾ, ചില രോഗങ്ങൾ. ആ രക്തസ്രാവക്കാരി സ്ത്രീയെ പോലെ ഉള്ളിൽ വിങ്ങുക, ജീവിതം തീർന്നു, ആരോട് പറയാൻ, കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. ക്യാൻസർ രോഗികളുടെ എണ്ണം പെരുകുന്നു എന്നുള്ളതല്ല, കിഡ്നി പേഷ്യൻസിന്റെ എണ്ണം പെരുകുന്നു എന്നുള്ളതല്ല, ഉദര രോഗികളുടെ എണ്ണം പെരുകുന്നു എന്നുള്ളതല്ല. നമ്മുടെ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഡിപ്രഷൻ ബാധിച്ചവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ലോകത്തിൽ 30 കോടി ജനം ഡിപ്രഷൻ അടിമയാ. എന്താ അതിന്റെ അർത്ഥം? ചിരിക്കാൻ അറിയാത്തവർ, മറന്നുപോയവർ, സംസാരിക്കാൻ താല്പര്യമില്ലാത്തവർ, ഉള്ളു തുറന്ന് സന്തോഷിക്കാൻ കഴിയാത്തവർ, സ്നേഹം പങ്കിടാൻ അറിയാത്തവർ, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ലാത്തവർ, എന്തിന് ജനിച്ചു എന്ന് ചോദിക്കുന്നവർ, ഈ ജീവിതം വേണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നവർ, മുമ്പായിരുന്നെങ്കിൽ ഞെരടിച്ചാകാമായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നവർ, നശിച്ച ജീവിതം എന്തിന് എന്ന് ചോദിച്ച് ഡിപ്രഷൻ ബാധിച്ചവരുടെ എണ്ണം ഇന്ന് നമ്മുടെ മണ്ണിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ളവരുടെ അകത്തുനിന്നുയരുന്ന ശബ്ദത്തിന്റെ പേരാ നെടുവീർപ്പ്. എന്തിനീ ജീവിതം, എന്തിനീ രോഗം, എന്തിനീ പ്രതിസന്ധി? ഇന്നത്തെ സമൂഹം നേരിടുന്ന, മാതാപിതാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അവരുടെ തലമുറയാ. സ്വന്തം മക്കളാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. 15 വയസ്സുകാരൻ അപ്പന്റെ നേരെ നോക്കി പല്ലിഞ്ഞെറുമ്പുമ്പോൾ മുട്ടടിക്കുന്ന അപ്പന്മാർ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുക. 13 14 വയസ്സുള്ള കൊച്ചു പെൺകുട്ടികൾ അമ്മയുടെ നേരെ കണ്ണുമുഴപ്പിച്ച് പല്ലിഞ്ഞെറുമ്പുമ്പോൾ മിണ്ടാതാകുന്ന അമ്മമാർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. കൈവിടപ്പെട്ടു പോയ ഒരു ജീവിതം. പണ്ടൊക്കെ ഇവിടെ ഇരിക്കുന്ന ഒരു മുൻതലമുറയോട് ചോദിച്ചാൽ, വീടിന് പുറത്തു പോകണമെങ്കിൽ പകലാണെങ്കിൽ പോലും അപ്പൻ വീടിന്റെ ഉമ്മറത്തുണ്ടെങ്കിൽ അടുക്കളയിൽ വന്ന് അമ്മയോട് പറയും, ചോദിച്ചാൽ ഞാൻ പോയെന്ന് പറഞ്ഞ് അടുക്കള വാതിൽ തുറന്ന് പുറത്തു പോയ ഒരു തലമുറ ഇവിടെ ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രിയുടെ ഏതോ ഒരു യാമത്തിൽ കയറി വരുന്നവൻ എന്തിനാ താമസിച്ചതെന്ന് ചോദിച്ചാൽ അപ്പനെതിരെ കൊലക്കത്തി ഉയർത്തുന്നവർ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. കൈവിടപ്പെട്ടു പോയി ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളാ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. ആർക്ക് നെടുവീർപ്പിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയും? ആർക്ക് നമ്മുടെ ഡിപ്രഷനെ ഒന്ന് അഡ്രസ്സ് ചെയ്യുവാൻ കഴിയും? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO അടുത്ത സമയത്ത് ഒരു സ്ലോഗൻ ഇറക്കി, ലെറ്റ് us talk, നമുക്ക് സംസാരിക്കാം. കാരണം ഡിപ്രസ്ഡ് ആയിട്ടുള്ള രോഗികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുക. ഇത് പറഞ്ഞിട്ട് അവർ വിരൽ ചൂണ്ടുന്നത് ഒരു സൈക്യാട്രിസ്റ്റിന് നേരെയാ. ആർക്കാ പരസ്യമായി സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോകാൻ ഇഷ്ടം? പോയാൽ പിന്നെ വട്ടൻ എന്നുള്ള പേര് വീഴുക, മന്നബുദ്ധി എന്നുള്ള പേര് വീഴുക. അവനങ്ങനെ കുഴപ്പമില്ല. പക്ഷെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു, പോയി ഒരു സൈക്യാട്രിസ്റ്റിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു കൗൺസിലറിനോട് സംസാരിക്കുക. പലരുടെയും മാന്യത അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് വീടിന്റെ ഉള്ളറയിൽ നെടുവീർപ്പുകളും ചിരിക്കാനില്ലാതെ, ആരും ബലപ്പെടുത്താനില്ലാതെ ഒതുങ്ങുക. കാരണം വീട്ടിലുള്ളവർക്ക് സംസാരിക്കാൻ സമയമില്ല. രാത്രിയുടെ യാമത്തിൽ എപ്പോഴോ കയറി വരുന്ന മകന് മാതാപിതാക്കളോട് സംസാരിക്കാൻ എവിടെയാ സമയം? എപ്പോഴെങ്കിലും കയറി വരുന്ന പിതാവിന് ഭാര്യയോട് സംസാരിക്കാൻ എവിടെയാ സമയം? ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികം നേരിടുന്ന ദാരിദ്ര്യം തമ്മിലുള്ള സംസാരം നിന്നുപോയിരിക്കുക. ഉള്ളു തുറക്കാനുള്ള അവസരങ്ങൾ സ്വന്തം വീട്ടിൽ പോലും ഇന്ന് നിന്നുപോയിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അകപ്പെട്ടിരിക്കുക. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞു, ആരോടെങ്കിലും ഒക്കെ സംസാരിക്കുക. പക്ഷെ ഇവിടെ ആരോടും സംസാരിക്കാനില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുമ്പോൾ വാതിലടച്ചകത്തിരുന്നവരുടെ നെടുവീർപ്പിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് അന്ന് രാത്രിയിൽ അവർക്ക് വേണ്ടി തന്റെ പ്രോഗ്രാം റീഷെഡ്യൂൾ ചെയ്തവന്റെ പേരാ യേശു ക്രിസ്തു. അവരുടെ ഓരോരുത്തരുടെ വിങ്ങൽ എന്തെന്ന് തിരിച്ചറിഞ്ഞ്, നെടുവീർപ്പ് എന്തിന് തിരിച്ചറിഞ്ഞ്, നാളെയെക്കുറിച്ച് അവർ നേരിടുന്ന ഭീഷണിയെ മുന്നമേ കണ്ട് വീടിനകത്ത് വാതിൽ തുറക്കാതെ പ്രവേശിച്ച് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയാൻ കഴിവുള്ള ഒരുവരുണ്ടെങ്കിൽ ഇവിടെ കണ്ട സകല മഹാരഥന്മാരുടെയും ചരിത്രം 6 അടി മണ്ണിൽ ഒതുങ്ങി ഇന്നും ചരിത്രമായി അവശേഷിക്കുമ്പോൾ, ചരിത്രത്തിൽ വിള്ളൽ വീഴ്ത്തി ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ഇരിക്കുന്നവന്റെ പേരാ യേശു ക്രിസ്തു. അവൻ മരിച്ചവനല്ല, അവൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാ. ഇന്ന്
രാത്രിയിൽ അവനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ആവേശം വരാനുള്ള കാരണം 3.5 വർഷം കൊണ്ട് ചെയ്തത് 3000 വർഷം പ്രസംഗിച്ചാലും പകിട്ട് കുറയത്തില്ല. കാരണം അത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് രാത്രി ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞതെന്നറിയാമോ? ആർക്കും ഈ മണ്ണിനെ ഇനി രക്ഷിക്കുവാൻ കഴിയത്തില്ല. കൈവിടപ്പെട്ടു പോയി തകർന്ന് തരിപ്പണമായ ഒരു മണ്ണിൽ നമ്മൾ ജീവിക്കുക. ആർക്കും രക്ഷിക്കുവാൻ കഴിയാത്ത ഒരു വല്ലാത്ത മണ്ണിൽ നമ്മൾ ജീവിക്കുക. മരുന്നുകൾക്ക് പരിമിതി ഉണ്ടെന്ന് കാലം തെളിയിച്ചു. ഡോക്ടേഴ്സ് മാറി നിൽക്കുന്നു. ഹോസ്പിറ്റലുകളുടെ ഡോറുകൾ കൊട്ടിയടയ്ക്കുന്നു. ആർക്കും ആരെയും ഇനി രക്ഷിക്കുവാൻ കഴിയാത്ത വിധത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ വർദ്ധിച്ചു കഴിഞ്ഞു. ആത്മഹത്യ ഇന്നൊരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. തലമുറകൾ അപ്പനെയും അമ്മയും വിട്ട് അകന്നു കഴിഞ്ഞു. ചേർന്ന് നിൽക്കുവാൻ മനസ്സില്ലാതെ കുടുംബങ്ങൾ ഇന്ന് തകർത്തെറിയപ്പെട്ടിരിക്കുക, ശിഥിലമായി കൊണ്ടിരിക്കുക. ഒന്നും ആർക്കും പരിഹരിക്കുവാൻ കഴിയാതെ മനുഷ്യന് അക്ഷമനായി ഈ ജീവിതം എവിടെയെങ്കിലും ഒന്ന് തട്ടിൽ തകർന്നിരുന്നെങ്കിൽ എന്ന് വിചാരിച്ച് പതറി നിൽക്കുമ്പോൾ അനുവാദം ചോദിക്കാതെ അകത്ത് കയറി അകത്തിരിക്കുന്നവർക്ക് സമാധാനമെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് ശക്തമായ ഒരു മടങ്ങി വരവ് കൊടുക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇന്ന് രാത്രിയിൽ ഒരു ഇടപെടൽ നടത്തുവാൻ ആഗ്രഹിച്ചാൽ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അത് ഞാനാകട്ടെ എന്ന് പറയുവാൻ ഒരുക്കമുള്ള എത്ര പേർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ട്. അവർക്ക് വേണ്ടി ഒരു അത്ഭുതം പ്രവർത്തിക്കുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ആ കല്ലാർ ഉരുട്ട് മാറ്റും എന്നുള്ള ചിന്തയുടെ കല്ലറവാതിക്കൽ ഓടി വന്ന മഗ്ദല മറിയ കണ്ടത് ഉരുട്ടി മാറ്റിയ കല്ലിനെ ആയിരുന്നു. എങ്കിലും അവൾ യേശുവിനെ കണ്ടില്ല. എന്നാൽ അല്പസമയത്തിന് ശേഷം 1000 കുളിർമഴകൾ ഒരുമിച്ച് പെയ്തിറങ്ങുന്നത് പോലെ അവളുടെ കാതിൽ മുഴങ്ങിയ ശബ്ദം മറിയേ എന്നുള്ള ശബ്ദമായിരുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ 3 ദിവസത്തിന് മുമ്പ് ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് നിയന്ത്രണം വിട്ട് വാവിട്ട് കരഞ്ഞവർക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ 3-ാം ദിവസം അതിനെ 1-ാം ദിവസമാക്കിക്കൊണ്ട് ജീവിതത്തിൽ ഒരു പുത്തൻ തുടക്കം കൊടുക്കുവാൻ കഴിവുള്ളവന്റെ പേരാ യേശു ക്രിസ്തു. നഷ്ടപ്പെട്ടു പോയ ചില മണ്ഡലങ്ങളിൽ ഒരു പുത്തൻ തുടക്കം തരാൻ കഴിവുള്ളവൻ ഇവിടെ എഴുന്നള്ളി വന്നിട്ടുണ്ട്. എത്ര പേർ ഉള്ളം തുറന്നു പറയും, എൻ്റെ കുഞ്ഞുങ്ങളിൽ അത് സംഭവിക്കട്ടെ, എൻ്റെ ശരീരത്തിൽ അത് സംഭവിക്കട്ടെ, എൻ്റെ ഭവനത്തിൽ അത് സംഭവിക്കട്ടെ. പുനരുത്ഥാന ശക്തിക്ക് മുന്നിൽ നിർജീവമായ കല്ലറ ഇന്നും യെരുശലേമിൽ തുറന്നിരിപ്പുണ്ട്. ആ കല്ലറ വിളിച്ചു പറയുന്നു, അതിനകത്തൊരുവന്റെ ശരീരം വെച്ച് അടച്ചതാണ്, പുറത്തു വരരുതെന്ന് ഗവൺമെന്റ് ആഗ്രഹിച്ചതാണ്. 4-ാം ലോകൈക സാമ്രാജ്യം ആ കല്ലറയ്ക്ക് ബന്ദവസ് കൊടുത്തതാണ്. ഗവൺമെന്റ് മുദ്ര പതിപ്പിച്ചതാണ്. 1.5 ടൺ ഭാരമുള്ള കല്ല് ഉരുട്ടി വെച്ചതാണ്. പടയാളികൾ കാവൽ നിന്ന കല്ലറയാണ്. എന്നാൽ 3-ാം ദിവസത്തെ 1-ാം ദിവസമാക്കിക്കൊണ്ട് ആ കല്ലറയെ ഭേദിച്ചു പുറത്തു വന്നവന്റെ പേരാ യേശു ക്രിസ്തു. ഞാൻ അതുകൊണ്ട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയട്ടെ, യെരുശലേമിൽ ആ കല്ലറ തുറന്നിരിക്കുന്നുവെങ്കിൽ യേശു മടങ്ങി വരിക തന്നെ ചെയ്യും. നീ ഇവിടെ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവം ഒരു 3-ാം ലോകമഹായുദ്ധമല്ല. ഇനി ഇവിടെ നടക്കുവാനുള്ള ഏറ്റവും വലിയ സംഭവത്തിന്റെ പേരാ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. ആർക്കും ഈ മണ്ണിനെ രക്ഷിക്കുവാൻ കഴിയത്തില്ലെന്ന് കാലം തെളിയിച്ചുവെങ്കിൽ നീതിയോടെ രാജ്യഭരണം നടത്തുവാൻ കഴിവുള്ള ഒരുവൻ, കല്ലറയെ ഭേദിച്ചവൻ, വാതിൽ തുറക്കാതെ അകത്ത് കയറിയവൻ, തകർന്നു പോയതിനെ മടക്കി കൊണ്ടുവന്നവൻ, വീടിന് വേണ്ടാത്തതിനെ ചേർത്ത് നിർത്തിയവൻ, കള്ളന്റെ അഡ്രസ് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തിരുത്തിയവൻ, മാനവകുലത്തിന് എന്നും ആവേശമായിരിക്കുന്ന ഉയർപ്പെന്നുള്ള ശബ്ദം ഇവിടെ ഉയർന്നു നിൽക്കട്ടെ. ദ ഡേ ഓഫ് റിസറക്ഷൻ, ഉയർപ്പിന്റെ ദിവസം. ആ ദിവസത്തിൽ 3 ദിവസം മുമ്പ് ക്രൂശിന്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരെയും തേടി 6 അപ്പിയറൻസ്, ദ പോസ്റ്റ് റിസറക്ഷൻ അപ്പിയറൻസ്, ഉയർത്തെഴുന്നേറ്റ ദിവസം. 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒത്തിരി മനസ്സ് കലങ്ങിയവരെ തേടി, വാതിലടച്ചകത്തിരുന്നവരെ കൂടി തേടി സഞ്ചരിച്ചവന്റെ പേരാ യേശു ക്രിസ്തു. എന്ന് പറഞ്ഞാൽ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ആരെയും അവൻ വെറുതെ വിടുന്ന ദൈവമല്ല. അവരുടെ ദുഃഖങ്ങൾക്ക് അവനൊരു അറുതി വെച്ചിട്ടുണ്ട്, അവരുടെ വേദനകൾക്കൊരു അറുതി വെച്ചിട്ടുണ്ട്, അവരുടെ ഭാരങ്ങളിൽ അവനൊരു ഇടപെടൽ നടത്തിയ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ഒരു ദൈവശക്തിയുടെ വ്യാപാരം.